വേറൊരാൾ ഇന്നലെ പ്രസംഗിക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്തിനാണ് ഈ ലൈറ്റൊക്കെ എങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് തോന്നുകയാണ്. ലൈറ്റൊക്കെ എങ്ങനെ ചമയിപ്പിക്കുന്ന എന്തിനാണ്? വലിയ അനാചാരാണ് എന്ന് പറയുന്നുണ്ട് വേറൊരു മുസ്ലിയാർ. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. മീലാദുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ തോന്നിയാസങ്ങൾ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ അലങ്കാരങ്ങൾ അടുത്ത് നോക്കി, തസ്യീനുൽ മസാജിദി വത്തുറുഖ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കണ്ട, പള്ളികളും വഴികളും അലങ്കരിക്കുക. ഇമാം നവവി പറയുന്നു, ഞാനല്ല ഇത് ഞാൻ പറയുന്നതല്ല, നവവി ഇമാം പറയുന്നു കേൾക്കി. ഇമാം നവവി തൻ്റെ അൽ മജ്മൂഇൽ പറയുന്നു, മിനൽ ബിദഇൽ മുങ്കറ, വളരെ മുങ്കറായ നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്ത് അനാചാരമാണ്. എന്ത്? മാ യുഫഅലു ഫീ കസീരിൻ മിനൽ ബുൽദാൻ, പല നാടുകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, മിൻ ഈഖാദിൽ ഖനാദീലിൽ കസീറത്തിൽ അളീമത്തി സിർഫി, ഒരുപാട് ദീപാലങ്കാരങ്ങൾ കൊണ്ട് പള്ളികളെ എന്ത് ചെയ്യുക, നിറയ്ക്കുക. ഫി ലയാലി മഅറൂഫ, ചില പ്രത്യേക ദിവരാത്രികളിൽ, മിനസ്സനത്തി, വർഷത്തിൽ ചില പ്രത്യേക. അപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചത് നിലക്ക് പല സ്ഥലത്തും കണ്ടു. ഓരോന്നും ഇറങ്ങി വരികയാണ്. ഇതിപ്പോ ഏത് സുവൈസിന്റെ സെക്രട്ടറി എനിക്കറിയില്ല. എന്താണ് പറയുന്നത്? നഖശിഖാന്തം എതിർക്കേണ്ട ബിദ്അത്ത് മുൻകറത്തിൽ പെട്ടതാണ് നബിദിനവുമായി ബന്ധപ്പെട്ട് ലൈറ്റ്. പങ്ങാടികളൊക്കെ ഭയങ്കര ഉഷാറാണല്ലോ, എല്ലാരും. പള്ളിയൊന്നും പിന്നെ പറയണ്ട, സജീവമാണ്. അപ്പൊ അത് ഇനി അടുത്ത കൊല്ലെങ്കിലും ഇല്ലാതാക്കണല്ലോ. അതുകൊണ്ട് ഓരോന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും ഓരോന്നിന്റെ വേഷത്തിൽ. എന്നിട്ട് ഇമാം നവവി ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്, ശറഹുൽ മുഅദ്ദബിൽ റബീഉൽ അവ്വലിന്റെ കാര്യം തന്നെ പറഞ്ഞില്ല, പച്ച നുണ പറയാ. വേറെ എവിടെയോ പറഞ്ഞ ഇബാറത്ത് ഒരു ഖനാദീലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇബാറത്ത് ഇങ്ങോട്ട് കാണുമ്പോഴേക്ക് അത് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് അത് ഇപ്പോഴാണ് ഫിറ്റാക്കുക. സംഗതി എന്താ? ഈ രാവിനോടും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മനസ്സിൽ വെറുപ്പുണ്ട്. അവനാന്റെ കുട്ടികളുടെ കല്യാണം നടക്കുമ്പോ വീട് അലങ്കരിക്കല്ലേ, അവിടെ എന്താ എനിക്ക് ഷറൽ മുഅദ്ദബ് ഓർമ്മ വരാത്ത? ഈ ഭാരത്തുനിന്ന് അങ്ങോട്ടുണ്ടേ കൂടെ. ഷറൽ മുഅദ്ദബിൽ റബീഉൽ അവ്വലും ലൈലത്തുൽ മൗലിദ് ഒന്നുമില്ല. അത് വേറൊരു വിഷയത്തിൽ വേറൊരു ചർച്ചയിൽ പറഞ്ഞതാണ്. അത് ഇങ്ങോട്ട് ബാധകമല്ലത്. എന്നിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സംസാരിക്കുമ്പോ ഇവനൊക്കെ അവന്റെ വീടുകളിൽ കല്യാണം നടക്കുമ്പോ അത് ഓർമ്മല്ലല്ലോ. എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, അതൊക്കെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ വായിച്ച കിതാബ് ഹിജറ 894 വഫാത്തായ അല്ലാമ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഖാസിം തങ്ങളുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ, അതിലിങ്ങനെ ഇബ്നു ആശിർ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗം മിൻ വുഖൂദി ശംഇ വഗൈരി ദാലിക ലിഅജ്ലിൽ ഫറഹി. അതങ്ങനെ ഉണ്ടാകല്. അന്ന് റബീഉൽ അവ്വലൊക്കെ വരുമ്പോ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ കത്തിച്ചു വെക്കും. അന്നിപ്പോ ഈ ബൾബൊന്നും ഇല്ലല്ലോ. അന്ന് മെഴുകുതിരിയും അതേപോലെ ഇങ്ങനത്തെ വിളക്കുകളൊക്കെ ഉണ്ടാവല്ലോ, അത് പ്രത്യേകം കത്തിച്ചു വെക്കും. ഏത്? ഫീ ഹാദൽ യൗം, റബീഉൽ അവ്വൽ 12 വേണ്ടി. അതിന് മുമ്പ് ശേഷമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പറ്റുമോ എന്ന് ശൈഖ് അവറുകളോട് ഇബ്നു ആശിർ തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനവറുകളെ മറുപടി, ലൈറ്റ് കത്തനീക്കടക്കം നൂറ്റാണ്ട് മുമ്പ് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാ ഞാൻ പറയുന്നത്. ആരും അതൊന്നും ഇല്ലാത്ത ഇബാറത്ത് വായിച്ച് കൊണ്ടുവരാൻ നോക്കണ്ട. ഞങ്ങൾ വായിക്കുന്ന ഇബാറത്ത് ലൈലത്ത മീലാദിഹിയാണ്. മീലാദിന്റെ രാത്രിയിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഇബാറത്താണ്. ഈ കട്ടുകൊണ്ടുവന്ന ഇബാറത്താണ്. അതില് മീലാദുല്ല, റബീഉൽ അവ്വലുല്ല, ആഘോഷവുമില്ല. ഈ ചോദ്യം വന്നപ്പോ അജാബ, ശൈഖ് അവറുകളുടെ മറുപടി, അല്ലദി യൽഹറു അന്നഹു ഈദും മിൻ അയാദിൽ മുസ്ലിമീൻ. എന്താ മറുപടി? അന്നഹു റബീഉൽ അവ്വൽ 12 ഈദുൻ, അതൊരു പെരുന്നാളല്ലേ. മിൻ അയാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പെരുന്നാളുകളിൽ നിന്ന് വലിയൊരു പെരുന്നാളല്ലേ അത്. വമൗസിമും മിൻ മവാസിമിഹിം, അവരെ വലിയൊരു ആഘോഷമല്ലേ അത്. വകുല്ലു മാ യഖ്തളീഹിൽ ഫറഹ് വസ്സുറൂർ ബിദാലിക്കൽ മൗലിദിൽ മുബാറക്, ആ ദിവസം എന്തൊക്കെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമോ, എന്തെല്ലാം സന്തോഷ പ്രകടനങ്ങൾ പറ്റുമോ, അതെന്തൊക്കെയാണ്? മിൻ ഈഖാദി ശംഇ, ഇപ്പൊ ഇതിനർത്ഥം നോക്കുമ്പോ ഇങ്ങനെയുള്ള ബൾബുകൾ കത്തിച്ചു കൊടുക്കുക. അന്ന് മെഴുകുതിരി കത്തിക്കുക, ഖനാദിയില് നല്ല അലങ്കാര വിളക്കുകൾ കത്തിക്കാന്നൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ ഈ ലൈറ്റുകളൊക്കെ ഇതൊക്കെ ഇംതാഇൽ ബസർ, കാണുന്നവർക്കൊക്കെ നല്ലൊരു ഭംഗി, ഒരു പ്രത്യേകമായ ചൊറുക്ക് അന്ന് ഉണ്ടാക്കുക.
കേൾവിയും അതേപോലെ കാഴ്ചയൊക്കെ നല്ലൊരു ആനന്ദമുള്ള നല്ല മൗലിദ് ഈണത്തിൽ പാടുക, നല്ല കാഴ്ചകൾ ഉണ്ടാകുക. അന്ന് നല്ലൊരു ഡ്രസ്സൊക്കെ ധരിക്കുക, നല്ല വാഹനത്തിലൊക്കെ പോകുക. ഇത് അംറുൻ മുബാഹ്, അനുവദനീയമായ കാര്യമാണ്. ലാ യുങ്കർ, അത് പാടില്ല എന്ന് പറയാൻ പാടില്ല. ഖിയാസൻ അലാ ഗൈരിഹി മിൻ ഔഖാത്തിൽ ഫറഹി, മറ്റ് സന്തോഷവേളകളിലൊക്കെ ചെയ്യണില്ലേ? മോളെ കല്യാണത്തിന്റെ അന്ന് ചെയ്യണില്ലേ? കുടിരിക്കലിന്റെ ചെയ്യണില്ലേ? ചോദിക്കാണ്, പെരുന്നാക്ക് ചെയ്യലില്ലേ? അതിലൊക്കെ ഏറ്റവും വലിയ പെരുന്നാളല്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് വ്യക്തമായി ഉദ്ധരിച്ച് മഹാൻ പറഞ്ഞു, ഫകലാമു ഹാദൽ വലിയ നഫഅല്ലാഹു ബി ദാലുൻ അലാ കമാലി മഹബ്ബതിഹി വഹുസ്നി ത്വരീഖിഹി. ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അത് വ്യക്തമായി ഈ ശൈഖ് അവറുകൾ പറഞ്ഞത് ആ ഹബീബിനോടുള്ള ഇഷ്ടമാണ് ട്ടോ ഏറ്റവും നല്ല വഴി. അതേ സമയത്ത് എതിർത്ത ആളുകൾ അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധികളാണ് എന്ന് വളരെ പച്ചയായി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ല അലങ്കാരങ്ങളൊക്കെ അന്ന് നടത്തണം, നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കണം. രാവിലെ തന്നെ മൗലിദ് ഓതണം. ആ മൗലിദ് ഒഴിവാക്കാനാണ് ജനനത്തിൽ സംശയം ഉണ്ടാക്കി സുബഹിന്റെ ശേഷാക്കാൻ നോക്കണം. മങ്കൂസ് മൗലിദൊക്കെ ഉഷാറായിട്ട് തന്നെ ഓതണം.